നഗരവികസനത്തിനും വിനോദസഞ്ചാരത്തിനും ക്ഷേമത്തിനും ആധുനിക കൃഷിക്കും ഊന്നൽ നൽകി ചേർത്തല നഗരസഭ ബജറ്റ് 5,87,594 രൂപ മുൻനിർത്തി 84,72,694 രൂപ ആകെ വരവും 82,04,04,000 രൂപ ആകെ ചെലവും 1,99,68,694 രൂപ നീക്കിയിരിക്കും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെല്ലാം ചേർത്തല നഗരസഭ ഇതിനകം ചെയ്തു കഴിഞ്ഞു. കാർഷിക മേഖലയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ സമയത്താണ് 65 ഏക്കർ പാടശേഖരത്ത് ഹൈവേയിൽ പാടശേഖരത്ത് നമ്മൾ കൃഷി ഇറക്കി. അതുപോലെ തന്നെ മാമ്പലപ്പാടത്ത് 5 ഏക്കർ സ്ഥലത്ത് നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. അതൊരു വലിയൊരു വൻവിജയമായിട്ട് തന്നെയാണ് കഴിഞ്ഞ സമയത്ത് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ചേർത്തല നഗരസഭ നിൽക്കുന്നത്. ഇത്തവണയാണെന്നുണ്ടെങ്കിലും 8ാമത് DPRൽ കൂടി 980 വീടുകൾ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ കുടിവെള്ള പദ്ധതിയാണെന്നുണ്ടെങ്കിലും എല്ലാ വീട്ടുകാർക്കും കുടിവെള്ളം എത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇതിനകം തന്നെ ഒരുക്കി കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങൾ 2 മാസത്തിനുള്ളിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ എല്ലാ സ്കൂളുകളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും നഗരസഭ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ കളിസ്ഥലങ്ങൾ അടക്കം നിർമ്മിച്ചു കൊടുക്കുവാനായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നുണ്ട്. 84,03,72,694 രൂപ വരവും 82,04,04,000 രൂപ ചെലവും 1,99,68,694 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ TS അജയ്കുമാർ അവതരിപ്പിച്ചത്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ മൊബിലിറ്റി ഹബിന്റെ നിർമ്മാണത്തിന് 1 കോടി, നഗരത്തിലെ റോഡുകൾ ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കാൻ 1.5 കോടി, നഗരത്തിൽ ബഹുനില പാർക്കിംഗ് സംവിധാനത്തിന് 50 ലക്ഷം, മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിച്ച വൈദ്യുതി ഉൽപാദനത്തിന് 60 ലക്ഷം രൂപ, നെടുമ്പ്രക്കാട് വിളക്കുമരം ടൂറിസം ഹബ്ബ് നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ, ചെങ്ങണ്ട ജെട്ടിക്ക് 5 ലക്ഷവും കനാൽ നവീകരണത്തിന് 30 ലക്ഷം രൂപയും, കരുവയിലും മാമ്പലപ്പാടത്തും ആധുനിക നഗരകൃഷി പദ്ധതിക്കായി 2 കോടി രൂപയും, ചേലത്ത് ചേർത്തല 2ാം ഘട്ടത്തിനായി പ്രവർത്തനങ്ങൾ, എല്ലാ വാർഡുകളിലും ഹാപ്പിനെസ് പാർക്കുകൾ, ചേർത്തലയെ സന്തോഷനഗരമാക്കാനുള്ള പദ്ധതി, ദാരിദ്ര്യ നിർമ്മാർജ്ജന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 7.6 കോടി രൂപ, പൊതു അടുക്കളയ്ക്കും ട്രാൻസ്ജെൻഡർ ഉന്നമനത്തിനുമായി 14 ലക്ഷം രൂപ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തമായി സ്ഥലം വാങ്ങുന്നതിന് 1.5 കോടി രൂപ, ടൗൺ ഹാളിന് സമീപം സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപം ഒരുക്കുന്നതിന് 2 ലക്ഷം രൂപ, KC കുട്ടൻ സ്മാരകത്തിന് ഗാന്ധിജിയുടെ സന്ദർശനത്തിന്റെ സ്മാരകമൊരുക്കുന്നതിനും 10 ലക്ഷം രൂപ, കവല വികസനത്തിന് 35 ലക്ഷം എന്നിങ്ങനെ എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നഗരത്തിന്റെ സമ്പൂർണ്ണ വികസനത്തിനും നഗരവാസികളുടെ ക്ഷേമവും ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അധ്യക്ഷയായിരുന്ന ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശോഭ ജോഷി, ഏലിക്കുട്ടി ജോൺ, സെക്രട്ടറി TK സുജിത്ത് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ പദ്ധതികളാണ്. നമ്മുടെ ചേർത്തലയെ സംബന്ധിച്ച് ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ ആ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ നെടുമ്പ്രക്കാട് ഫെറി വിളക്കുമരം ടൂറിസം ഹബ്ബ് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനാട്ടിലുള്ള ടൂറിസ്റ്റുകളെല്ലാം തന്നെ ചേർത്തലയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനായി നമ്മൾ 20 ലക്ഷം രൂപ വകയിരുത്തും. അതുപോലെ തന്നെ നമ്മുടെ തണ്ണൂർക്കം പ്രദേശത്ത് ചേർത്തലയുടെ ഒരു സ്ഥലമുണ്ട്, ചെങ്കണ്ട ജെട്ടി. ആ ജെട്ടി വിപുലപ്പെടുത്തി അവിടെയും നമ്മളൊരു ടൂറിസം പ്ലേസ് ആരോപിക്കുന്നുണ്ട്. അതിനായി നമ്മൾ 5 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത് നമ്മുടെ ഗതാഗത പശ്ചാത്തല മേഖല വികസനത്തിന് ആധുനിക നഗരകൃഷിക്കെല്ലാം കൃത്യമായ ഊന്നലുകൾ നഗരസഭ നൽകുന്നു. സാംസ്കാരിക മേഖലയിൽ നമ്മുടെ ചേർത്തലയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു KC കുട്ടൻ. അദ്ദേഹത്തെ നമ്മുടെ ചേർത്തലക്കാർ ഒരു വിസ്മൃതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൈതൃക സംരക്ഷണ നിലയിൽ ഒരു സ്മാരകം ചേർത്തലയിൽ വേണമെന്ന് നഗരസഭ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി 1937 ചേർത്തലയിൽ സന്ദർശിച്ചു. ചേർത്തല ദേവീക്ഷേത്രത്തിന് സമീപം അദ്ദേഹം വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മാരകമായി ഒരു ഗാന്ധി സ്മൃതി മണ്ഡപം വേണമെന്ന് നഗരസഭ ആഗ്രഹിക്കുന്നു. 2024-25 വർഷത്തെ നഗരസഭയുടെ ധനകാര്യ പ്രവർത്തനങ്ങൾക്ക്
അംഗീകാരം നൽകുന്ന നിയമപരമായ ഒരു കർത്തവ്യമാണ് ഇവിടെ നിറവേറ്റപ്പെട്ടിരിക്കുന്നത്. വരും വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വകയിരുത്തൽ ഇതിലൂടെ നടന്നിരിക്കുകയാണ്. ഈ തുകയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാവും നമുക്ക് വരുംകാല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുക. ചേർത്തല നഗരം ഏറ്റവും നല്ല ഒരു നഗരമായി ജീവിക്കാൻ ഉതകുന്ന ലിവബിളായിട്ടുള്ള ഒരു നഗരമായിട്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജീവിതയോഗ്യമായിട്ടുള്ള നഗരമായിട്ട് ചേർത്തല നഗരത്തെ മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയാനുള്ളത് ഹാപ്പിനെസ് പാർക്കുകളാണ്. എല്ലാ വാർഡിലും ഒരു ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുക, അങ്ങനെ ഒരു ഹാപ്പിനെസ് സിറ്റിയായിട്ട് ചേർത്തലയെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ബജറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം മാനസികാരോഗ്യവും മാനസിക ഉല്ലാസവും നിലനിർത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യങ്ങളാണ്.